അവിടെയും സ്വാഭാവികമായിട്ടും UDF-നാണ് ലീഡ് വരുന്നത്. കണ്ടോ, സതീശനാണ് 20% പേര് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്മൃതി അത് VD സതീശന് അനുകൂലമാണെന്ന് വിചാരിക്കണ്ട, മറിച്ച് അതൊരു UDF മനസ്സാണ്, അതൊരു കോൺഗ്രസ് മനസ്സാണ്. ഇപ്പൊ പ്രതിപക്ഷ ഉണ്ണി ബാലകൃഷ്ണൻ, ഇത് ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്പ്ലിറ്റ് വെടിക്ക് വരില്ല. വലിയ ഭൂരിപക്ഷം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് KK ശൈലജയേക്കാൾ പിണറായി വിജയൻ മുന്നിലെത്തിയിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹമാസിന് അനുകൂലമായി ശൈലജ സംസാരിച്ചിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഹമാസ് ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് മലപ്പുറം അതിശുവായി. ശശി തരൂര് 17.2% ഉണ്ട് ആ ഘട്ടത്തിലും. അത് ശശി തരൂരിന്റെ ഇഷ്ടമാണ്. ആ ഇസ്രായേൽ പരാമർശം കൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോയത്. സുരേഷ് ഗോപിയൊക്കെ അവിടെ താഴെയാണ്. സുരേഷ് ഗോപി ഏറ്റവും താഴെയാണ്, 5% മാത്രമേ ഉള്ളൂ. വളരെ വളരെ താഴെയാണ്, 17%. പക്ഷെ അപ്പോഴും സുരേന്ദ്രന് മുകളിലാണ്. സുരേഷ് ഗോപി മലപ്പുറത്ത് സുരേന്ദ്രന് 1.7% ഉള്ളൂ, സുരേഷ് ഗോപിക്ക് 5.1%. എന്നെ അവിടെ വിശ്വസിപ്പിക്കുന്ന ഒരു കണക്കുണ്ട്. എന്താണ് KC വേണുഗോപാൽ 0.6%. KC വേണുഗോപാൽ കാര്യമായി കേരള മുഖ്യമന്ത്രിയാവാൻ വരുന്നില്ല എന്നുള്ളത് ഒരു കണക്കൂട്ടലായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക. കേന്ദ്രത്തിലാണല്ലോ. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മലപ്പുറം ആർക്കായിരിക്കും ഇത്തവണ? ആരെടുക്കും മലപ്പുറം എന്ന ചോദ്യത്തിൽ UDF എടുക്കുമെന്ന് 52.5% പേർ. ചെറിയ കണക്കല്ല, 52%. 52% മലപ്പുറത്തെ വോട്ടർമാരും കണക്കാക്കുന്നു ഇത്തവണ UDF-ന് വിജയ സാധ്യതയുണ്ട്. മണ്ഡലത്തിൽ 52%. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4% വർധന. കഴിഞ്ഞ തവണത്തേക്കാൾ സമദാനി ആണ് മത്സരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4% വോട്ട്. അതായത് നോക്കൂ, LDF-ന് 38% പറഞ്ഞിരിക്കുന്നത് അല്ലേ, 38%. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നറിയോ? 14%. 14% എന്ന് പറയുമ്പോൾ വലിയ ലീഡ് പ്രാവശ്യം സമദാനിക്ക് കിട്ടും. അല്ല, എന്തായാലും സമദാനിയാണെങ്കിൽ സമദാനി, അതായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, LDF ഒരു വളർച്ചയും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. LDF-ന് കഴിഞ്ഞ പ്രാവശ്യം 38.5% വോട്ടാണ് ഉണ്ടായിരുന്നത്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ 38% നേടിയാണ് VP സാനു മത്സരിച്ചപ്പോൾ 38%. അപ്പം പിന്നെ സമദാനിയുമായുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 9% മാത്രമാണ്. കാരണം 49 അന്ന് സമദാനിയുടെ വോട്ട്. ഇപ്രാവശ്യം അത് 52.5% ആകുന്നു. അതായത് സമദാനിയുടെ വോട്ട് ബാങ്ക് 3.5% ഉയർത്തുന്നു. LDF അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് 14% ലീഡ് സമദാനി നേടാൻ പോകുന്നു. സ്ഥാനാർത്ഥിയായിട്ടില്ല, സമസ്തയ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഒരു മിനിറ്റ്. സമസ്തയ്ക്ക് പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട നേതാക്കളാണ് ഈ രണ്ട് നേതാക്കളും. ET ആയാലും അതെ, സമദാനി ആയാലും. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണ്ട. അപ്പോൾ അഷ്കറിലേക്ക് പോകുന്നതിന് മലപ്പുറത്ത് ഈ ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് ലീഗിന് ബർക്കത്തുള്ള ഒരു വിജയം ഉണ്ടാവും. അതെ, കൃത്യമായിട്ടും ബർക്കത്തുള്ള വിജയം അല്ലേ?